ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പൈങ്കുളം എന്ന ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രാമത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു തോടാണ്. നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കലങ്ങിയ വെള്ളമാണ് കേട്ടോ തോട്ട് കൂടെ വരുന്നത്. നല്ല ഒഴുക്കുമുണ്ട് തോടിന്. ഈ തോട് ചെന്ന് ചേരുന്നത് നമ്മുടെ ഭാരതപ്പുഴയിലേക്കാണ്. ഈ വഴിയിലൂടെ വേണം കേട്ടോ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. ഇത് കൂടെ മഴക്കാലമായതുകൊണ്ട് ആരും നടക്കാറില്ല. വേനൽക്കാലത്ത് മാത്രമേ ഇത് കൂടെ ആൾക്കാർ നടക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആകെ മൊത്തത്തിൽ കാട് പിടിച്ചുകൊണ്ടാണ് കേട്ടോ കിടക്കുന്നത്. തോടിൻ്റെ രണ്ട് സൈഡും പാടാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ തോടൊക്കെ നിറഞ്ഞ് പാടത്തേക്കൊക്കെ വെള്ളം കയറി മൊത്തം വെള്ളമാവാറുണ്ട്. ഞങ്ങളൊരു വൈകുന്നേര സമയത്താണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ മൊത്തം മയിലുകളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇവിടെ ഒരൊറ്റ മയിലിനെയും കാണാനില്ല. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഈ വഴി കൂടെ നടക്കുന്നത്. ഞങ്ങൾ എന്തിനാണ് അമ്മ ഈ കാട്ടിലൂടെ നടത്തുന്നത് എന്നാണ് കണ്ണനും അനുക്കുട്ടിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉണ്ണിയേട്ടനും അച്ഛനൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ധൈര്യത്തിൽ ഞങ്ങളും അങ്ങനെ നടന്നതാണ്. കാടും മൊന്തയൊക്കെ പിടിച്ച് കുലുക്കിയിട്ടാണ് ഗേൾസ് ഞങ്ങൾ അത് കൂടെ നടന്നു വരുന്നത്. നിങ്ങൾക്ക് ഈ ശബ്ദം കേട്ടിട്ട് എന്തെങ്കിലും നൊസ്റ്റാൾജിയ പറഞ്ഞു വരുന്നുണ്ടോ ഗൈസ്? എൻ്റെ സ്കൂളിലേക്കൊക്കെ പാടത്ത് കൂടെ നടന്നു പോയവർക്ക് പെട്ടെന്ന് പറഞ്ഞു വരുന്നൊരു ശബ്ദമായിരിക്കും ഇത്. ശബ്ദങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് വളരെ കുറവായിരിക്കും അല്ലേ? ഇത് കുറേ കാലം മുന്നേ ഉണ്ടായിരുന്നൊരു പാലാണ് കേട്ടോ. ഇത് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോഴും ഇത് കൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. വേനൽക്കാലത്തൊക്കെ ഇത് കൂടെ തന്നെയാണ് ആൾക്കാർ നടന്നു പോകുന്നത്. ഇപ്പോൾ തോടിനൊക്കെ നല്ല ഒഴുക്കുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പകുതിയൊക്കെ പൊളിഞ്ഞ് വീണ് കഴിഞ്ഞു. നമ്മുടെ ബാലേട്ടൻ എന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ആ ഫസ്റ്റ് സോങ്ങിൽ ഇത് കൂടെ ഓടിയിട്ടൊക്കെ ഉണ്ട്. ആ ഒരു സിനിമയിലെ ആ ഒരു പാട്ട് ഫുള്ളായിട്ട് ഈ ഇവിടെയുള്ള പല ഭാഗങ്ങളിലായിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വലിയൊരു മരമാണ്. ഈ മരം കുറേ കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. ഒരു കൊല്ലം ഇടി വെട്ടിയിട്ട് ഈ മരത്തിന്റെ പകുതിയോളം കത്തി പൊളിഞ്ഞു പോയിട്ടുള്ളതാണ് കേട്ടോ. അനുകുട്ടി ആ മരത്തിന്റെ മീതെ കയറുന്ന ഡാൻസ് കളിക്കണം. ഞങ്ങൾ മരത്തിന്റെ ചോട്ടിലിരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. മീൻ പിടിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അപ്പോഴേക്കും അവിടെ കടവിൽ കുളിക്കാൻ ആൾ വന്നത് കാരണം മീൻ പിടിക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ അവിടെ പോയപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. ഇതിൽ കൂടെ റെയിൽവേ വരുന്നുണ്ട് എന്നുള്ളത്. അവർ ആ ഷെഡ് കേട്ടിട്ട് അവിടെ ഇരിക്കണത് അവിടുത്തെ പണിക്കാരാണ് കേട്ടോ. അപ്പോൾ നാളെ ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. അവർ മണ്ണ് ടെസ്റ്റിന് വേണ്ടിയിട്ട് വരികയാണ്. ഇത് കൂടെ റെയിൽവേ വരുന്നുണ്ട്. കോയമ്പത്തൂർ ടു മാംഗ്ലൂർ അങ്ങനെയാണ് റെയിൽവേ വരുന്നത്. അപ്പോൾ അത് ഇത് കൂടെയാണ് വരുന്നത് എന്നാണ് അവർ പറഞ്ഞത്.
കുട്ടികൾക്ക് കാലൊക്കെ കഴുകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ പക്ഷേ കാണാൻ ഭയങ്കര പേടിയായി. അപ്പോഴാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് ഭയങ്കര പിടിമലിയായിരുന്നു. അനുകൂട്ടിക്കാണെങ്കിൽ മീൻ പിടിക്കാതെ അവിടെ നിന്ന് കയറാനും വയ്യ. ആ അമ്മ അവിടെ കുളിക്കാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അധികം നേരം ഞങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അവിടെ നിന്നില്ല. പെട്ടെന്ന് തന്നെ കൈയും കാലൊക്കെ കഴുകിയിട്ട് വേഗം അവിടെ നിന്ന് കയറി. ഇവിടെ ഉള്ളവരൊക്കെ തോട്ട് പോയിട്ട് തന്നെ കേട്ടോ കുളിക്കുക. എവിടെ എത്ര വെള്ളം വന്നിട്ടാലും അവർ തോട്ട് പോയിട്ട് തന്നെയാണ് കുളിക്കുക. പിന്നെ അവിടെ നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് കേട്ടോ അവിടെ ആ ഷെഡിൻ്റെ മുകളിൽ ഒരു മയിൽ നിന്ന് ആടുണ്ടായിരുന്നത്, പീലി വിടർത്തിയിട്ട്. അതിൻ്റെ പെൺമയിലൊക്കെ താഴത്തുണ്ടായിരുന്നു. ആൺമയിൽ പീലി വിടർത്തി നിന്ന ആടാണ്. അത് ഒരുപാട് ദൂരെ നമുക്ക് സൂം ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. അപ്പോൾ കണ്ടൊരു കുളമാണ് കേട്ടോ ഇത്.